നമസ്കാരം. പുനർദ്യൂതവും കഴിഞ്ഞു. സർവസ്വവും നഷ്ടപ്പെട്ട് യുധിഷ്ഠിരൻ മറ്റ് സഹോദരരോടൊപ്പം പാഞ്ചാലിയെയും കൂട്ടി വനവാസത്തിനൊരുങ്ങാണ്. അതിൽ ഹൃദയം പൊട്ടി വിലപിക്കുകയാണ് കുന്തിദേവി. ഇത്ര വരെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്, സംസാരിച്ചത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ കാൽക്കൽ കുമ്പിട്ടിട്ട് സമാശ്വസിപ്പിച്ച് പാണ്ഡവർ കാട്ടിലേക്ക് നീങ്ങി. വിതുരരാണെങ്കിൽ ആശ്വസിപ്പിച്ച് കുന്തിയെ വിതുരരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ചൂതാട്ടം നടന്നു എന്നും കൃഷ്ണയെ വലിച്ചിഴച്ച് അപമാനിച്ചു എന്നും കേട്ട കുരുസ്ത്രീകൾ, കുരുവംശത്തിലെ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. അവർ കൗരവരെ നിന്ദിച്ചു. കേട്ടവരെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിച്ച് അങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. അവർക്കറിയാം ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വെറുതെ ആവില്ല, അതിനൊരു തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന്. പുത്രൻ്റെ ദുർനീതി ചിന്തിച്ച് ധൃതരാഷ്ട്രം ഉത്കണ്ഠ പൂണ്ടു. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ധൃതരാഷ്ട്രം ഒരു സ്ഥിരം സ്വഭാവമാണ്, അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കും. ചെയ്തു കഴിഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും പോം വഴി ഉണ്ടോ എന്ന് ചിന്തിക്കുക. പക്ഷെ വീണ്ടും അതേ സിറ്റുവേഷൻ മുന്നിൽ വന്ന ധൃതരാഷ്ട്രം അപ്പോഴും അധർമ്മം തന്നെയാണ് ചൂസ് ചെയ്യുക. പുത്രരെന്താണോ, പ്രത്യേകിച്ച് ദുര്യോധനൻ്റെ ഇഷ്ടം, അതിൽ കവിഞ്ഞ് വേറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ശോകവ്യാകുലനായിട്ടാണ് ധൃതരാഷ്ട്ര വിതുരരേക്ക് ആളയക്കുന്നത്. വിതുരരെ ഉടനെ വന്നെത്തി. ധർമ്മപുത്രരും ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും എന്തുമാതിരിയിലാണ് പോയത്, അവരെന്ത് ചേഷ്ടകളാണ് കാണിച്ചത് ഒക്കെ ചോദിക്കുകയാണ് ധൃതരാഷ്ട്ര. അതായത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, തൻ്റെ മക്കൾക്ക്, ദുര്യോധനനും സഹോദരങ്ങൾക്കും എന്തെങ്കിലും ആപത്തിനുള്ള വഴിയുണ്ടോ, അവരുടെ മനസ്സിൽ പകയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. കാരണം പാണ്ഡവരുടെ ശക്തി ശരിക്കറിയാവുന്ന ഒരാളാണല്ലോ ധൃതരാഷ്ട്രൻ. അപ്പോൾ അവരുടെ ചേഷ്ടകൾ, അതിൻ്റെ അർത്ഥങ്ങൾ ഒക്കെ വിതുരർ വിവരിച്ചും കൊടുക്കും. അവർ പോയ ഉടനെ പല ദുർനിമിത്തങ്ങളും ഹസ്തിനപുരിയിലുണ്ടായി എന്ന് പറഞ്ഞ വിതുരരെ എല്ലാം ധൃതരാഷ്ട്രരുടെ ദുർമന്ത്രം മൂലമുണ്ടായ ആപത്താണ് എന്ന് ആവർത്തിക്കുകയാണ്. ധൃതരാഷ്ട്ര കാരണമാണ് ഭാരതത്തിൻ്റെ നാശം സംഭവിക്കാൻ പോകുന്നത് എന്ന് വിതുരർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിചാരിച്ചിരുന്നെങ്കിൽ, ധൃതരാഷ്ട്ര ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹർഷിമാരോട് കൂടിയിട്ട് നാരദൻ അവിടെ വരുന്നുണ്ട്. രൗദ്രഭാവം കലർന്ന മുഖത്തോടെ നാരദർ പറഞ്ഞു, ഇനി 14ാമത്തെ വർഷം കൗരവർ നശിക്കും. 13 വർഷം വനവാസം ഉണ്ടല്ലോ, 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം, അത് കഴിഞ്ഞിട്ടുള്ള വർഷം വരുമല്ലോ, ആ വർഷം കൗരവർ നശിക്കും. ദുര്യോധനൻ്റെ തെറ്റ് കാരണമായിട്ട് ഭീമ അർജുനന്മാരുടെ ബലത്താലാണ് അതുണ്ടാവുക. ഇത്രയും പറഞ്ഞ് മഹർഷി അന്തർധാനവും ചെയ്തു. ദുര്യോധനൻ, ശകുനി, കർണൻ എന്നിവർ വല്ലാതെ ഭയപ്പെട്ടു. ദ്രോണർ മാത്രമേ തങ്ങൾക്ക് ഇനി ശരണമുള്ളൂ എന്ന് ധരിച്ചിട്ട് രാജ്യം തന്നെ അദ്ദേഹത്തിന് നിവേദിക്കുകയാണ്. അപ്പോൾ ദ്രോണർ പറയുക, ദേവപുത്രന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ അവധ്യരാണ്, അവരെ കൊല്ലാനൊന്നും പറ്റില്ല, വധിക്കാനൊന്നും പറ്റില്ല. എന്നെ ശരണം പ്രാപിച്ചവരെ ഞാൻ യഥാബലം സഹായിക്കുകയൊക്കെ ചെയ്യും. ധർമ്മം പാലിക്കാൻ 12 വർഷം കാട്ടിൽ താമസിച്ച് തിരിച്ചു വരുന്ന അവരെ ശത്രുക്കളെ മഹാദുഃഖത്തിലാഴ്ത്തി പക വീട്ടുക തന്നെ ചെയ്യും. അതിലൊരു സംശയം വിചാരിക്കേണ്ട ആരും. ഇനി ആരെ നിങ്ങളെ സഹായത്തിന് വിളിച്ചാലും കാര്യമില്ല. സ്നേഹിതന്മാരായ ഞാനും ദ്രുപദനും തമ്മിൽ കടുത്ത പകയുണ്ടായി. ദ്രുപദൻ്റെ പകുതി രാജ്യം കൈവശത്താക്കി. അതിൽ ക്രുദ്ധനായിട്ടുള്ള ദ്രുപദൻ എൻ്റെ വധത്തിനായി അധ്വരത്തിലൂടെ നേടിയവനാണ് ദൃഷ്ടദ്യുമ്നൻ. അതുപോലെ തീയിൽ നിന്ന് ജനിച്ചവളാണ് കൃഷ്ണ. പാണ്ഡവരുടെ ബന്ധുവായ ദൃഷ്ടദ്യുമ്നനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം എൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് ജനിക്കപ്പെട്ടവനാണ്. ഞാൻ അവനുമായിട്ട് എതിർത്താൽ അവൻ എൻ്റെ പ്രാണൻ എടുക്കും. പാണ്ഡവരെ നാട് കടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് സുഖം ക്ഷണികമാണ്, അതൊക്കെ ഇപ്പം തീരും. ഇനി 14ാമത്തെ കൊല്ലം വലിയ ദുഃഖം വന്നു ചേരുകയും ചെയ്യും. ഇതാണ് ദ്രോണരുടെ വാക്കുകൾ. ദ്രോണരിത് പറഞ്ഞത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, ദ്രോണാചാര്യർ പറഞ്ഞതൊക്കെ ശരിയാണ്. വിതുര, ഉടനെ പാണ്ഡവരെ തിരികെ വരുത്തൂ. അവർ വന്നില്ലെങ്കിൽ എൻ്റെ ഉണ്ണികൾ അവരെ മാനമായിട്ട് കൊണ്ടുവരാൻ പരിവാരങ്ങളോടുകൂടി പോകട്ടെ. അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ.
ചിന്താവിവശനായിരിക്കുന്ന ധൃതരാഷ്ട്രരോട് സഞ്ജയൻ ചോദിച്ചു, നാട് കൈയടക്കി പാണ്ഡവരെ കാട് കയറ്റിയ ഭവാൻ എന്തിനിപ്പോൾ ദുഃഖിക്കുന്നു? മഹാരഥന്മാരും യുദ്ധവീരരും ബലവാന്മാരുമായ പാണ്ഡവരോട് ദേഷിച്ചവർക്ക് ദുഃഖമല്ലേ ഉണ്ടാവൂ? രാജാവേ, കരുതിക്കൂട്ടി ഉണ്ടാക്കിയ മഹാവൈരം കൊണ്ട്, മഹാശത്രുത കൊണ്ട് കൂട്ടത്തോടെ തന്നെ ലോകം നശിക്കും. ഇനി ഈ തീ അടങ്ങില്ല. സർവവും നശിപ്പിച്ചേ തീ കെട്ടടങ്ങൂ. ഭീഷ്മരും ദ്രോണരും വിതുരരും തടുത്തു. എന്നിട്ടും അങ്ങ് ചെവികൊള്ളാൻ തയ്യാറായോ? ഇല്ലല്ലോ. നശിക്കാൻ കാലത്ത് ബുദ്ധി വിപരീതാവും. വിനാശകാലെ വിപരീത ബുദ്ധി. കലുഷമാകും ബുദ്ധി. അനീതി നീതിയായിട്ടൊക്കെ തോന്നും. അതിലുറച്ചു നിൽക്കുകയും ചെയ്യും. ദണ്ഡോങ്ങിയിട്ട് കാലം ആരുടെയെങ്കിലും തല വീശില്ല. വിപരീതമായിട്ട് അർത്ഥം കാണിച്ചു തരും. ആപത്തിലിറക്കി നശിപ്പിക്കുകയും ചെയ്യും. ദ്രൗപദിയെ സഭയിലിട്ട് വലിച്ചവർ മഹാഘോരമായ നാശത്തെയാണ് ക്ഷണിച്ചു വരുത്തിയത്. സർവധർമ്മജ്ഞയായ ദ്രൗപദിയോട് തീണ്ടാരിയാർന്ന ഒറ്റ വസ്ത്രത്തിൽ നിന്നിരുന്ന അവളോട് അങ്ങനെയൊക്കെ പെരുമാറാൻ ആ കള്ളച്ചൂതുകാർക്ക് മാത്രമല്ലേ കഴിയൂ? പിന്നെ ദുര്യോധനൻ്റെയും കർണൻ്റെയും നിന്ദ്യമായ വാക്കുകൾ, ഇതൊക്കെ ദൂഷ്യഫലങ്ങളെ മാത്രമേ ഉണ്ടാക്കൂ. ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്രർ പറയാണ്, അവൾ ദുഃഖിച്ചൊന്ന് നോക്കിയാൽ മതി. ഈ ഭൂമി പോലും ഊഴി പോലും ദഹിച്ചു പോകാൻ ആ ഒരൊറ്റ കാരണം മതി. അവളെ സഭയിൽ വലിച്ചിഴയ്ക്കുന്നത് കണ്ടപ്പോൾ ഭാരത സ്ത്രീകളെല്ലാവരും തന്നെ ഗാന്ധാരിയോടൊപ്പം ആർത്ത് നിലവിളിച്ചു. ഒട്ടേറെ ദുർനിമിത്തങ്ങൾ അപ്പോൾ ഭീഷ്മർ കണ്ടു. ഭീഷ്മർ ദ്രോണരോടൊപ്പം എഴുന്നേറ്റുപോയി. വിതുരൻ്റെ പ്രേരണയാൽ ഞാൻ സഭയിലെത്തി അയാൾ ആവശ്യപ്പെട്ട വരങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചു. അപ്പോൾ വിതുരർ പറയണ്ടായി, ഭാരതന്മാരുടെ അവസാനം ഈ സംഭവത്താലാണെന്ന്. പാർത്ഥരുമായിട്ട് ശമനാണ് നല്ലതെന്ന്. ധർമാർത്ഥങ്ങളെ ഉദാഹരിച്ച് വിതുരർ ഉപദേശിച്ചതൊന്നും ഞാൻ ചെവി കൊണ്ടില്ല. സഞ്ജയ, മക്കളുടെ ഹിതം മാത്രം കാംക്ഷിച്ച ഞാൻ വിതുര ഉപദേശങ്ങൾ അപ്പാടെ അവഗണിക്കാനുണ്ടായത്. ഒരു കുംഭസാരം പോലെ സഞ്ജയനോട് എല്ലാം പറയുകയാണ് ധൃതരാഷ്ട്രർ. ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്യാതെ പിന്നെ ഇങ്ങനെ വിലപിച്ചിട്ട് എന്താ കാര്യം, അല്ലേ? പാണ്ഡവരെ ഈ സമയം കൃഷ്ണയോട് കൂടിയിട്ട് വർദ്ധമാനം എന്ന പുരദ്വാരത്തിലൂടെ വടക്കോട്ട് യാത്ര ആരംഭിക്കുകയാണ്. 14 ഭൃത്യന്മാർ ഭാര്യമാരോട് കൂടി അവരെ പിന്തുടർന്നു. പാണ്ഡവർ വനവാസത്തിന് പോയത് അറിഞ്ഞിട്ട് ദുഃഖിതരായിട്ടുള്ള പൗരന്മാർ, ജനത്തിലെ കുറച്ച് പേര്, ഭീഷ്മ ദ്രോണാദികളെയും കൗരവരെയും ഒക്കെ നിർഭയം നിന്ദിച്ചു. പൗരജനങ്ങൾ പാണ്ഡവരെ പിന്തുടർന്നെത്തി. പാണ്ഡവരുടെ ഗുണങ്ങളും ശ്രേഷ്ഠതയും എടുത്തു പറഞ്ഞവരെ വാഴ്ത്തി തങ്ങൾ പാണ്ഡവരോടൊപ്പം താമസിക്കുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. രാമായണത്തിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലേ? രാമൻ വനവാസത്തിന് പോകുമ്പോൾ ജനങ്ങളെല്ലാവരും കരഞ്ഞ് പിന്തുടർന്നതും കിടന്നുറങ്ങിയപ്പോൾ അവർ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാമൻ ലക്ഷ്മണ സീതാസമേതം അവിടെ നിന്ന് പോയതൊക്കെ. അപ്പം അതുപോലെയാണ് ഇവിടെ. അവർ കൈകൂപ്പി പറഞ്ഞതെല്ലാം ക്ഷമാപൂർവം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ പറയുകയാണ്, ഞങ്ങൾ ധന്യരായി. ഞങ്ങളിലില്ലാത്ത ഗുണങ്ങൾ പോലും കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും ഞങ്ങളിലുണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുകയാണ്. ധൃതരാഷ്ട്ര രാജാവും മുത്തച്ഛനായ ഭീഷ്മരും വിതുരനും ഞങ്ങളുടെ അമ്മയും ഹസ്തിനപുരിയിലുണ്ട്. അവരെ നിങ്ങൾ കരുതി കാത്തുകൊള്ളണം എന്നാണ് എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കത് വലിയ സന്തോഷമാകും. അവരെയെല്ലാം സാന്ത്വനിപ്പിച്ച് തിരിച്ചയച്ച് പാണ്ഡവർ യാത്ര തുടർന്നു. അവർ ഗംഗാതീരത്തെത്തി. അവിടെയുള്ള പ്രമാണം എന്ന മഹാവടവൃക്ഷത്തിൻ്റെ തണൽ പറ്റി ശേഷിച്ച പകൽ അവിടെ ഇരുന്നു. രാത്രി ഗംഗയിലൊക്കെ കുളിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ആ രാത്രിയും അവരവിടെ കഴിച്ചു കൂട്ടി. നന്ദിയും കൂറും ഉള്ള ചില ബ്രാഹ്മണർ അവരെ അവിടെ പിന്തുടർന്നെത്തുന്നുണ്ട്. ശിഷ്യരോടും ബന്ധുക്കളോടും കൂടിയായിരുന്നു അവരെത്തിയത്. ഹോമകർമാദികൾക്ക് ശേഷം അവർ വേദോച്ചാരണവും സംഭാഷണവും ഒക്കെ നടത്തി. പ്രഭാതമായപ്പോൾ പാണ്ഡവർ കാട്ടിലേക്ക് നടന്നു. ബ്രാഹ്മണർ തങ്ങളെ അപ്പോഴും പിന്തുടരുന്നു എന്ന് കണ്ട യുധിഷ്ഠിരൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നാടും വീടും ഐശ്വര്യവും സർവസ്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വനവാസത്തിനായി കാട് കയറുന്നവരാണ് ഞങ്ങൾ. ഫലമൂലമോ വേട്ടയാടി കിട്ടുന്ന മാംസമോ ആണ് ഇനി ഞങ്ങൾക്കുള്ള ഭക്ഷണം.
വന്യമൃഗങ്ങളുള്ള ഈ കാട്ടിൽ ഞങ്ങളോടൊപ്പം വന്നാൽ നിങ്ങൾ വളരെ കഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് തിരികെ പോകൂ. അവർക്ക് വന്നുകൂടിയ ദുർഗതിയിൽ തങ്ങളും പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കാനാണ് അവർ വരുന്നതേ. ഒപ്പം എന്നും ധർമ്മം കാണുന്നവരും കൂറുള്ളവരുമായ തങ്ങളെ ഉപേക്ഷിക്കരുതെന്നും ആ ബ്രാഹ്മണരെ അഭ്യർത്ഥിക്കുന്നുണ്ട് യുധിഷ്ഠിരനോട്. അപ്പോൾ യുധിഷ്ഠിരൻ പറയാണ്, എനിക്ക് നിങ്ങളിൽ ഭക്തിയുണ്ട്. ഞങ്ങളുടെ നിസ്സഹായത കൊണ്ടുള്ള വ്യസനമേ ഉള്ളൂ. എൻ്റെ സഹോദരന്മാർ വേണ്ടേ ഫലമൂലാദികളും മാംസവും ഒക്കെ ഭക്ഷണത്തിനായിട്ട് തേടിക്കൊണ്ടുവരാൻ? ദ്രൗപദിക്ക് നേരിട്ട അപമാനത്തിലും രാജഹരണത്തിലുമെല്ലാം അവരെ മനം നൊന്ന് നിൽക്കുകയാണ്. ഈ സ്ഥിതിയിൽ അവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കും? ഇതിൽ കൂടുതൽ എങ്ങനെ ബുദ്ധിമുട്ടിക്കും ചോദിക്കുകയാണ് യുധിഷ്ഠിരരെ. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണർ രാജാവിനെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം ഓർത്തിട്ട് അങ്ങോട്ടും വിഷമിക്കരുത്. ഭക്ഷണം ഞങ്ങൾ സ്വയം സമ്പാദിച്ചു കൊള്ളാം. അങ്ങനെ ചെയ്ത് നിങ്ങളെ പിന്തുടരാനാണ് മോഹം. അങ്ങേക്ക് ശുഭം വരുന്നതിനുള്ള ധ്യാനവും ജപവും ഒക്കെ ചെയ്യാം. പിന്നെ നല്ല കഥകൾ പറഞ്ഞ് ആനന്ദത്തോടെ നിങ്ങളോടൊപ്പം ഇരിക്കാനും ആഗ്രഹമുണ്ട്. അപ്പോൾ അവരോടൊപ്പം സഹവസിക്കുന്നതൊക്കെ സന്തോഷമാണെങ്കിലും തങ്ങൾക്കുള്ള ആഹാരം തനിയെ നേടിക്കൊണ്ടുവരുന്ന അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? യുധിഷ്ഠിരൻ ശങ്കിക്കുകയാണ് അത് പറഞ്ഞിട്ട്. തന്നിലുള്ള സ്നേഹം മൂലം അവർക്ക് ദുഃഖിക്കാനിടവരരുത്. എല്ലാം ആലോചിച്ച് യുധിഷ്ഠിരൻ തളർന്നിങ്ങനെ നിലത്തിരുന്നു. അപ്പോൾ വിദ്വാനായിട്ടുള്ള ശൗനകൻ രാജാവിനൊരു ജ്ഞാനോപദേശം നൽകി. അതിനുശേഷം തപോമാർഗത്തിലൂടെ യോഗസിദ്ധി നേടാൻ ശ്രമിക്കാൻ പറഞ്ഞു. ബ്രാഹ്മണരെ സേവിക്കാൻ തപസിദ്ധിക്ക് ഉദ്യമിക്കാനും സിദ്ധന്മാർ ആഗ്രഹിക്കുന്നതെന്തും അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നും അതുകൊണ്ട് തപസ് ചെയ്ത് മനോഗതം നേടാനും ഉപദേശിക്കുകയാണ് ഈ ശൗനകൻ. ശൗനകൻ്റെ ഉപദേശം കേട്ട ധർമ്മപുത്രൻ്റെ പുരോഹിതനായിട്ടുള്ള ധൗമ്യനായിട്ട് ആലോചിക്കുക. പുരോഹിതൻ്റെ ഉപദേശപ്രകാരം സൂര്യഭഗവാനെ തപസ് ചെയ്ത് സന്തുഷ്ടനാക്കാൻ ധർമ്മപുത്രരെ തീരുമാനിക്കുകയും ചെയ്തു. ശുദ്ധ മനസ്സോടെ തന്നെ യുധിഷ്ഠിരൻ തപസ് ചെയ്തു. ആ തപസ് കൊണ്ട് സന്തുഷ്ടനായ സൂര്യഭഗവാൻ യുധിഷ്ഠിർക്ക് ധർമ്മപുത്രർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ധർമ്മപുത്രരുടെ അഭിഷ്ടങ്ങളെല്ലാം സാധിക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. 12 വർഷക്കാലം അവർക്ക് അന്നം നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് സൂര്യഭഗവാൻ ഒരു ചെമ്പുപാത്രം യുധിഷ്ഠിരന് സമ്മാനിച്ചു. ഏതാ ചെമ്പുപാത്രം? വളരെ പ്രസിദ്ധമാണല്ലേ, അക്ഷയപാത്രം. അത് സ്വർണ്ണപാത്രമൊന്നുമല്ല, ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രമാണ്. പക്ഷെ അതിൻ്റെ സിദ്ധി നമ്മളിലൊരു സുവർണ പാത്രം പോലെ തിളങ്ങുകയാണ്. ആ സിദ്ധി കാരണമാണത്. പാഞ്ചാലി ഉണ്ണുന്നത് വരെ ഇതിൽ നിന്നും വിശിഷ്ട ഭോജ്യങ്ങൾ എത്ര വേണമെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞു. 14-ാമത്തെ വർഷം യുധിഷ്ഠിരൻ രാജ്യം നേടുമെന്നും ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം തന്നെ അപ്പോൾ വരൊക്കെ നേടിയ ശേഷം യുധിഷ്ഠിരൻ ധൗമ്യനെ കുമ്പിട്ടു. അനുജന്മാരെ സന്തോഷപൂർവ്വം തഴുകി പാഞ്ചാലിയോടൊപ്പം അടുക്കളയിൽ കയറി അദ്ദേഹം തന്നെ ഭക്ഷണം സ്വയം പാകം ചെയ്യാൻ ഒരുങ്ങി. അവൾ അതിഥികൾക്കെല്ലാം വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി ചതുർവിധമായിട്ടുള്ള ഭക്ഷണം അതിൽ നിന്നുണ്ടാക്കി കൊടുത്തു. ആദ്യം ബ്രാഹ്മണരെയും പിന്നെ സഹോദരരെയും ഊട്ടും. അതിനുശേഷം യുധിഷ്ഠിരൻ ഭുജിക്കും. അതിനുശേഷം യുധിഷ്ഠിരൻ കഴിക്കും. പിന്നെ യുധിഷ്ഠിരനും കഴിച്ച ശേഷം പാഞ്ചാലി ഭക്ഷിക്കും. പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാം പാത്രത്തിൽ അവസാനിക്കും. പിന്നെ അന്ന് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ ഈ ധൗമ്യൻ ബ്രാഹ്മണരെ എല്ലാവരോടും കൂടിയാണ് പാണ്ഡവരെ കാമ്യക വനത്തിൽ പ്രവേശിക്കുന്നത്. പാണ്ഡവന്മാർ വനത്തിന് പോയ ശേഷം ഹൃദയവ്യഥ വിഷമം കൊണ്ട് ധൃതരാഷ്ട്രരെ ധർമാത്മാവായിട്ടുള്ള വിതുരരോട് പറഞ്ഞു, വിതുര, ശുക്രാചാര്യൻ്റേതുപോലെ തെളിഞ്ഞ ബുദ്ധിയാണ് നിനക്കുള്ളത്. നീ സൂക്ഷ്മമായിട്ടുള്ള ധർമ്മം അറിഞ്ഞവനാണ്. കുരുക്കൾക്ക് നീ സർവസമ്മതനാണ്. എല്ലാവരും നീ പറഞ്ഞാൽ കേൾക്കൂലോ. എല്ലാം ഈ വിധത്തിലൊക്കെ ആയി. ഇനി 2 കൂട്ടർക്കും ഉചിതം എന്താണ്? ഒന്ന് പറയൂ വിതുര. നാട്ടുകാരും ഇപ്പോൾ എന്നെ അധിക്ഷേപിക്കുന്നു. പാണ്ഡവരെ നമ്മളെ മുടിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു കൊടുത്ത സമയത്ത് ഒന്നും അനുസരിച്ചില്ല. എന്നിട്ടിപ്പോൾ പേടി കൊണ്ടാണ്, അല്ലാതെ വലിയ പശ്ചാത്താപമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ധൃതരാഷ്ട്രർ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ് വിതുരരോട്. ധർമ്മമൂലമായിട്ട് ഇനി ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ് എന്ന് വിതുരൻ പറയാം. ധർമ്മത്തിൽ തന്നെ നിന്ന് നിൻ്റെ മക്കളെയും പാണ്ഡവരെയും കാക്കുക.
കൗന്ദേയനെ, അതായത് കുന്തിയുടെ പുത്രന്മാരെ ക്ഷണിച്ചു വരുത്തി പാപിയായ ശകുനി മുതലായവർ കള്ളച്ചൂതിൽ നേടിയ സമ്പത്തെല്ലാം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അപരൻ്റെ ധനത്തിൽ ആശയില്ലാതെ സ്വന്തം ധനം കൊണ്ട് സുഖിക്കുന്നതാണ് രാജാവിൻ്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം. ഇങ്ങനെ ചെയ്താൽ ധർമ്മം നശിക്കില്ല, ജ്ഞാതി വൈരവും ഉണ്ടാകില്ല. പാണ്ഡവരെ സന്തോഷിപ്പിക്കുക. ശകുനിയുടെ നീച പ്രവൃത്തിയെ ഭവാൻ അധിക്ഷേപിക്കുക. ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെ പറയണം. പിന്നെയോ, ഇങ്ങനെ ചെയ്യാതിരുന്ന കൗരവർക്ക് നാശമുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണെന്ന് അങ്ങ് മനസ്സിലാക്കുക. ഭീമ അർജുനന്മാർ യുദ്ധത്തിൽ ശത്രുവർഗത്തെ ബാക്കി വെച്ചേക്കില്ല. കുലനാശം വരുത്തുന്ന മകനെ ഉപേക്ഷിക്കണമെന്ന് അവൻ പിറന്നപ്പോൾ തന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ പറഞ്ഞതും ചെയ്യാതിരുന്ന ദുഃഖിക്കുക തന്നെ ചെയ്യും. കൗന്ദേയന്മാരോടൊത്തു ചേർന്ന് ഒരു രാജ്യമെന്ന് നിൻ്റെ മകൻ സമ്മതിച്ചാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഒരു അല്ലലും ഉണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ച് ഒരു രാജ്യത്ത് എല്ലാവർക്കും തുല്യ അവകാശമെങ്കിലും. ശരിക്കും പറഞ്ഞാൽ രാജാവായിരുന്ന സമയത്ത് പാണ്ഡു മരിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ രാജാവിൻ്റെ പുത്രർ പാണ്ഡവരാണ്. എന്നാൽ അത് പോട്ടെ എന്ന് വെച്ചാലും ഈ പകുതി അവകാശം എല്ലാവർക്കും ഒരുപോലെ അവകാശം കൊടുത്ത് ജീവിച്ചാൽ ഒരല്ലലും ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ അവനെ കൊന്ന് പാണ്ഡവർക്ക് ആധിപത്യം നൽകും, ദുര്യോധനെ കൊന്നട്ടെ. അങ്ങനെയൊക്കെയാണ് വിതുരർ പറഞ്ഞു കൊടുക്കുന്നത്. ദുര്യോധനനും കർണനും ശകുനിയും ചേർന്ന് ധർമ്മജനെ ശുശ്രൂഷിക്കട്ടെ, യുധിഷ്ഠിരനെ രാജാവാക്കുക. ഭീമനോടും പാഞ്ചാലിയോടും ദുശാസനൻ മാപ്പ് ചോദിക്കട്ടെ, ധർമ്മജനെ അങ്ങ് തന്നെ സ്വാന്തനിപ്പിക്കൂ. ഇതൊക്കെയാണ് വഴി. ഇതൊക്കെ ഇപ്പം ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങയുടെ മക്കൾ ദീർഘായുസ്സോട് കൂടിയിട്ട് ജീവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിതുരരുടെ ഈ ഉപദേശം ധൃതരാഷ്ട്രക്ക് എന്തായാലും രുചിച്ചില്ല. വിതുരൻ്റെ നേരെ കോപിക്കുകയാണ് ചെയ്തത്. കോപിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പ്രതികരിച്ചു. പാണ്ഡവർക്ക് ഹിതമായ കാര്യങ്ങൾ മാത്രമേ നീ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഗുണം വരുന്നത് നിനക്ക് സഹിക്കില്ല, അതല്ലേ അതിനർത്ഥം? നീ എൻ്റെ ഗുണം കാക്ഷിക്കുന്നവനല്ല എന്ന് വ്യക്തമാണ്. എൻ്റെ മകനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാനാണോ നീ പറയുന്നത്? ഇനി നിൻ്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. നിനക്കിഷ്ടം പോലെ പോകുകയോ നിൽക്കുകയോ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രർ പെട്ടെന്നങ്ങ് എഴുന്നേറ്റ് പോയി അവിടുന്ന്. എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിതുരരെ പാണ്ഡവന്മാരുടെ അരികിലേക്കു പോയി. അപ്പോൾ ഇന്ന് ഇത്ര മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.